ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ, വായോട്ടാ. നമ്മളുണ്ടല്ലോ ഇന്ന് ഉരുളൻകിഴങ്ങും സബോളയും ഉള്ള ഇഷ്ടുകറിയായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 4 ഉരുളൻകിഴങ്ങ് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 സബോളയും നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചതുരം കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സബോള നോക്കിയാൽ നമുക്കറിയാം അത്യാവശ്യം ഇതാ വീതിയിലായിട്ട് നമ്മൾ നുറുക്കി നോക്കണേ. കണ്ടോ, ഈ ഒരു വീതിയിൽ. അപ്പോൾ നമുക്കുണ്ടല്ലോ ഞാനിവിടെ ഒരു തീ കത്തിച്ച് ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഒപ്പം നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്കിതാ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം, സബോള ഇട്ട് കൊടുക്കാം, രണ്ട് പച്ചമുളക് നടുകേറിയത്, 3 വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയെടുത്തത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 കതിര് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചീനിച്ചട്ടി ചൂടായി. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല. നമുക്ക് മുളകും മല്ലി മഞ്ഞളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതാ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ. ആ പൊടികളൊക്കെ ചൂടായി തുടങ്ങി. അപ്പോൾ ഒരു നല്ലൊരു മണം വരും കേട്ടോ ആ പൊടികളൊക്കെ ചൂടാവുമ്പോൾ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിതാ അരമുറി നാളികേരം ചെരുകിയിട്ട് 2-ാം പാലും 3-ാം പാലും കൂടി 4 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല. ഇത്രയും വെള്ളം മതിയിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് സബോളയിലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഇപ്പുറത്ത് അടുപ്പ് കത്തിച്ച് ചട്ടി നമുക്ക് അടുപ്പേക്ക് കയറ്റാം കേട്ടോ. ഇങ്ങനെ തന്നെ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഈ കറിയിലേക്ക് നാളികേരം വറക്കണം. അപ്പോൾ തീ കത്തിച്ച് നമുക്കുണ്ടല്ലോ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി നമ്മളിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മുളകും മല്ലിയൊക്കെ വറുത്ത കാരണം ചൂടായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതാ ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടിക്ക് വെച്ച് വെളിച്ചെണ്ണയ്ക്ക് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു അരമുറി നാളികേരം കേട്ടോ ചെരുക്കി എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഗോൾഡൻ കളറല്ല, അതിനും കൂടുതൽ ഒരു കളർ വരണം. ഒപ്പം നമ്മുടെ ഇവിടെ കണ്ടോ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത്തിരി തീ കുറവായിട്ട് ഒന്ന് വെക്കാം കേട്ടോ വേവണ വരെ. നോക്കിയപ്പോൾ നമ്മൾ നാളികേരമൊക്കെ ഇട്ടതാ ഇതേപോലെ ഒരു കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വെളിച്ചെണ്ണ ഇതിൽ നമുക്ക് നിർത്താം. അത് ചീനിച്ചട്ടിയിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് നാളികേരം മാത്രമായിട്ട് നമുക്കിതാ മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മൾ ഇതിലൊഴിച്ച വെളിച്ചെണ്ണ കണ്ടോ ഇതിലുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് കറി താളിക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ആ കറി താളിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ നാളികേരം ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ചൂടാറി വരുമ്പോൾ തന്നെ കണ്ടോ നാളികേരത്തിൻ്റെ കളറൊക്കെ ഇതാ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കളറായിട്ട് നമുക്ക് വേണ്ടത്. എന്നാൽ കരിയാനും പാടില്ല. അപ്പോൾ ചൂടാറട്ടെ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ.
വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു കൊടുന്ന നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നാളികേരം വറുത്തപ്പോൾ ഒരിത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാട്ടോ അടിച്ചെടുത്തത്. ഈ പാത്രം കൂടി കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തീ കൂട്ടി വെച്ച് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഇനി നമ്മൾ മൂടി ഒന്നും വെക്കണില്ല, ഇങ്ങനെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യണത്. ഒന്ന് തിളക്കട്ടെ. ഉരുളൻകിഴങ്ങ് സബോളയ്ക്ക് ഇതാ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാൽ ഒഴിക്കാനുണ്ട്. 1/2 ഗ്ലാസ് നല്ല കട്ടിയുള്ള നാളികേരം പാലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. ഈ ഗ്ലാസ്സിലും ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. കളയണ്ട, നാളികേരം പാലല്ലേ. ഇപ്പം ചട്ടി ആയ കാരണമാണ് ഈ ഒരു അളവ്. പക്ഷേ ഈ ചട്ടിയിലിരുന്ന് ചൂടാറുന്നതിനനുസരിച്ച് ഇതൊന്നും കൂടി കട്ടിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് തീ കത്തിച്ച് നമ്മുടെ ചീനിച്ചട്ടി എന്നെ അടുപ്പത്ത് കയറ്റിയിരിക്കുകയാണ്. ഈ ചീനിച്ചട്ടിയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെളിച്ചെണ്ണയുണ്ട്. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിച്ചെടുക്കാന്നുള്ളത്. അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കാരണം നമ്മൾ നാളികേരമൊക്കെ വറുത്തെടുത്തിട്ടേ നമ്മുടെ ചീനിച്ചട്ടി നല്ല ചൂടിൽ ഇരിക്കണം. അതുകൊണ്ടാട്ടോ പെട്ടെന്ന് ചൂടായത്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ചുവന്നുള്ളി ഒരു 4 ചുവന്നുള്ളി ആയിട്ടോ നമ്മളിത് കാരണം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. നമുക്കുണ്ടല്ലോ ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. നമ്മളിതാ ഇതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളി നോക്കിയാൽ ഇതേപോലെ ഒരു കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇഷ്ടുകറി റെഡി ആയിട്ടാ. നല്ല രസമുള്ളൊരു കറിയാണ് ഇട്ടത്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായൻ കുടിക്കട്ടെ. ചൂടാണ് കുഴപ്പം. കാരണം നമ്മൾ വെച്ചപ്പം തന്നെയല്ലേ. പക്ഷെ ഇത്രയും ചൂടൊക്കെ ആറി തണുത്ത് നമ്മളാണ് കറിയുടെ ടേസ്റ്റ് കൂടുക. ഊതി ഊതി അയ്യോ ചൂട്. അടിപൊളി കറിയാ. അപ്പൊ ഈ ഓണത്തിന് ഈസ്റ്റ് നോക്കിയോളൂട്ടാ. അത്ര രസമായിട്ടാ കറിയാ. അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓണത്തിന് ഈസ്റ്റു നിർത്തില്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്